കോട വരുന്ന കണ്ട എൻ്റെ പോലെ കോട പൊങ്ങി വരുന്ന നോക്കിയേ. ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കടാ. എടാ അങ്ങോട്ട് പോവല്ലേ. കണ്ടില്ലേ ചെറിയ ചെറിയ നീരുറവുകളും കാര്യങ്ങളൊക്കെ ആയി. അവിടെ കയറുന്നത് നല്ല തണുപ്പില്ലേ മേലെ. ഇതാണ് മക്കളെ ആ വ്യൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നടന്നത്. എൻ്റെ പൊന്നളിയ വീണ മക്കളെ മഴ കൊള്ളാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇതാ കാണുന്ന മേഘങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞൊരു മഴ ഇവിടെയും കൂടെ കിട്ടുന്നുള്ളൊരു. ഹലോ മച്ചാറി, എല്ലാവർക്കും ഡോക്ടർ എംപിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് മൂന്നാറിലുള്ള കൊളുക്കുമലയ്ക്ക് വരുന്ന അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയ കാരണം കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് 2 പാർട്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കിതയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഇവിടം വരെ കയറുമ്പോഴേക്കും കിതച്ചൊരു വിധമായി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇനി കൊളുക്കുമലയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പം ഒരു 4 സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും ഞാൻ വയ്യാണ്ടായി. ഞാനാണ് നാളെ ട്രെക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു പിടുത്തമില്ല. മിക്കവാറും പകുതിക്ക് കിടന്നിരിക്കും തോന്നുന്നുണ്ട് ഞാനവിടെ. നിങ്ങൾ പോയിക്കോ, ഞാൻ എല്ലാ പറയും. വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ നമുക്ക് ടെൻറ്റിൽ കൊണ്ടുപോയി വയ്ക്കാം. അങ്ങനെ ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞു ഗൈസ്. 3 കിലോമീറ്റർ ട്രക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 3 കിലോമീറ്റർ നമ്മൾ നടന്ന് മേലേക്ക് കയറണമെന്ന് അല്ലേ? നടന്ന് കയറണല്ലേ? 3 കിലോമീറ്ററേ. ഒരു എന്ത് തരും ചോദിച്ചാൽ ഒരു വടി തരും, കുത്തി നേരെ നടന്നെന്നാ പറയണേ. സുബ്ഹാനല്ലാ. ശരി എന്നാ, ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മല. അപ്പോൾ കണ്ടറിയാം കോശി. സൺസെറ്റ് അല്ലേ? സൺസെറ്റ്. അപ്പോൾ ഒരു 4:30 ജീപ്പും കാര്യങ്ങളൊക്കെ വരും. അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് ഇല്ലേ, കുറച്ച് ജീപ്പിൽ പോകും അല്ലേ? നടക്കും. ഫുള്ള് ജീപ്പ് തന്നെ. ഈവനിങ് ഫുള്ള് നടത്തും. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് തീരുമാനമായി ഗൈസ്. ഞാൻ കുറച്ചെങ്കിലും ജീപ്പിൽ പോകുമെന്ന് വിചാരിച്ചു. ആ പ്രതീക്ഷയും അസ്തമിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം. ഓക്കെ, നല്ല സമയത്ത് നല്ല പാട്ടാണ്. ആ പാട്ട് നോക്കിയാ മറ്റേ പാട്ട് മൂഞ്ചി 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 മൂഞ്ചിയിൽ കറക്റ്റ് ടൈമിൽ വന്ന പാട്ടാണ്. ഏതാ എന്താ ചെയ്യാലേ നസിയ? ഞാൻ ഓക്കെ, എൻ്റെ കാര്യം ഓക്കെ. നിന്റെ കാര്യം എങ്ങനെയാ? സെറ്റല്ലേ? സെറ്റായാ മതിട്ടാ. പിന്നെ നിന്നെ ഞാൻ ഏറ്റി പിടിച്ചു പോകേണ്ട അവസ്ഥ വരരുത്. കണ്ടറിയാല്ലേ? ഇതാ ഇവിടെ ബാക്കിൽ ഇവിടെയാണ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആരും കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അല്ലേ? ഇനിയിപ്പോൾ ആൾക്കാർ വരുമോന്ന് അറിയില്ല. എന്താടാ രാത്രി പട്ടി ഫ്രൈ ആണോ? പട്ടി ഗ്രില്ല് ചെയ്തതാണ് കേട്ടോ. അതാണ് രാത്രി. കണ്ടില്ലേ, ഗ്രില്ലിൻ്റെ അവിടെ തന്നെ പോയി കിടക്കുന്നുണ്ട്. ചൂട് പറ്റി കിടക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കേ ടെൻറ്റ് വേറെ ഏതാ നല്ലതുള്ളത് നോക്കാം, നല്ല സ്പോട്ട് നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊന്നും പോരാ. പിന്നെ അവിടേക്കും ഉണ്ട് കേട്ടോ, അവിടെയും പോരാ. അവിടെ ഇതന്നെയാണ് ഉള്ളത് നല്ലത്. താഴത്തെടുക്കാം.
ഇതെടുക്കാല്ലേ? താഴത്തെടുത്തോളെ ഞാൻ ചോദിക്കണേ. സമാധാനമല്ലോ നമുക്ക്. ആ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം ഉണ്ടോ? വർക്കിംഗ് അല്ല, മൊത്തത്തിൽ ഇട്ട് നോക്കടാ. ഫുള്ളിട് കിട്ടോ, എല്ലാത്തും ഇട്ടോ. ആ പോട്ടെ. ആ സൗണ്ട് വന്നില്ലേ? എടാ ഇതാ ലൈറ്റ്, ഇവിടെ ഒക്കെ ലൈറ്റൊക്കെ കത്തിയടാ. അടിയത്തിൽ കുത്തി നോക്ക്, അടിയത്തിലൊക്കെ. നീ എങ്ങനെ ഇങ്ങനെ കുത്തിയിരിക്കണ? ഇതെന്താ ഇത്? നേരെ കുത്തറാ. ആ ആ കണ്ട അടിയിൽ കുത്തി നോക്കുക. അത് ഊര് നോക്കാം. എന്നാ നമ്മുടെ ഇലക്ട്രീഷ്യൻ ഉണ്ടോ? താഴെ താഴെ ഓണാക്കിയല്ല അത് ആദ്യം ചാർജ് ചെയ്യുന്നുണ്ടോ? ആ ഓക്കെ, അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ആ സംശയം അങ്ങോട്ട് മാറി കിട്ടി. ഇവിടെ വന്നപ്പോൾ തന്നെ ഉടക്കാണല്ലോ ഫുള്ള്. ഇല്ല രശ്യ, വന്നപ്പോൾ തന്നെ ടീമുകൾ ഉടക്കാണല്ലോ. അതായത് നമുക്ക് ഫസ്റ്റ് തന്ന ടെൻറ്റ് പറയുന്നത് അവിടെ മേലെയുള്ള 2 ടെൻറ്റാണ്. എന്നിട്ട് അവർ തരുമ്പോൾ തന്നെ പറഞ്ഞു, എന്ത് നിങ്ങൾക്ക് വേറെ ടെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. അതിന് ടെൻറ്റ് നമ്പർ, ഇതവിടെ ടെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ടെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏത് ടെൻറ്റാണ് വേണ്ടി വെച്ചാൽ അതിൽ കയറിയിട്ട് ആ നമ്പർ മാത്രം നമ്മളടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ ശരി പറഞ്ഞ് നമ്മൾ വന്ന് താഴെയുള്ള ഈ ടെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, എടുത്തു. എന്നിട്ട് അവരെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ 2 പിള്ളേർ, ഏതോ തലയിരിച്ച 2 പിള്ളേർ ഇവിടെ ഉള്ളത് തോന്നുന്നുണ്ട്. അവൻ വന്നിട്ട് പറയാം, ഇവിടെ സ്പെഷ്യൽ ബുക്കിംഗ് ഉള്ള കേസാണ്, ഇവിടെ തരാൻ പറ്റൂല, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ടെൻറ്റ് തരാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ. നമ്മളും ഓക്കെ നല്ല രീതിക്ക് നോർമൽ നല്ല രീതിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാൽ ഇവന്മാർ വെറും മോടാ. ഇത് നമ്മളുടെ കൺവീൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ നോ പ്രോബ്ലം, ഒരു ടെൻറ്റിൽ 3 ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ കയറി. പക്ഷേ ഇപ്പം എന്താ പറയുന്നത്, അവരിവിടെ വന്നിട്ട് അങ്ങനെ തരാൻ പറ്റൂല, സിംഗിൾ തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ഉടക്ക്. ഒരു 2 എണ്ണം, ടോട്ടൽ 3 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 ആൾ മാത്രം ഒരേ ഉടക്ക്. അതായത് നമ്മൾ ഒരു കസ്റ്റമറാണ്, നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, നല്ല രീതിക്കൊക്കെ സംസാരിക്കണ്ടേ. ഇത് ഫുള്ള് റഫായിട്ടാണ് സംസാരിക്കണേ. അപ്പോൾ അവർക്ക് കണക്കിനുള്ള കൊടുത്തിട്ടുണ്ട്, വിട്ടയച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞു, ഇതാ ഫ്രണ്ടിലുള്ള ഇതാ ഈ ഒരു ഏരിയാസ് പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം, റിസർവ്ഡ് ആണ്, അവിടെ തരാൻ പറ്റൂല എന്ന്. പിന്നെ അവസാനം സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ ഓർഡറിലെടുത്തോ നിങ്ങൾ, 1 2 3 അങ്ങനെ എടുത്തോ, അല്ലാണ്ട് ഇടയിൽ തരാൻ പറ്റൂല അത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, എന്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഇതിൽ നിൽക്കണം, ഓരോ ടൈമിൽ ഓരോ മൂടാണെങ്കിൽ നമുക്ക് ഈ പാക്കേജും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ വേറൊരാളുണ്ട്, നമ്മൾ റിസപ്ഷനിൽ ഫസ്റ്റ് കണ്ടില്ലേ, അവൻ വന്നിട്ട് നല്ല രീതിക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ തന്നെ എടുത്തോ, മാന്യമായി സംസാരിച്ച് ഡീൽ ചെയ്തു. പക്ഷേ മറ്റേ 2 എണ്ണം അപ്പോഴും വലിയ എന്താ പറയുക, ഞങ്ങൾ അവരുടെ പ്രോപ്പർട്ടിയിൽ കടന്നു കയറിയിട്ട് നിൽക്കണ പോലെ മുട കാട്ടിയിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും ഉടക്കാവും തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ ഇതിൽ തരാമെന്ന്. ഓരോ ന്യായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. വന്നപ്പോൾ തന്നെ മൂടൗട്ടാ. നിസാറിന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. നിസാറിന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്, ഉടക്കാൻ പോയിരിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ചില്ല് ചെയ്യാൻ വന്നതല്ലേ, ചില്ല് ചെയ്തിട്ട് പോവാ പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ട്. എന്താ ചെയ്യുക. ഇതാണ് കേട്ടോ അവിടുത്തെ ചാർജിങ് സെറ്റപ്പ്. ഒക്കെ കൂടെ അടിച്ചു പോകും തോന്നുന്നുണ്ട്. മേലെ ഏതൊക്കെയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതാ സീന്. പിന്നെ അവിടെ ഒരു ലൈറ്റ് കത്തുണ്ട്, ആർക്ക് വേണ്ടിയിട്ടാണോ, അതൊക്കെ രാത്രി ആയിരിക്കും അതിൻ്റെയൊക്കെ അത് അറിയാം. വന്നിട്ടേ ഇവിടേക്കൊന്നും വന്നിട്ടില്ല, ഈ വഴിക്ക് വന്നിട്ടില്ല. ഇവിടെയൊക്കെ എന്താ സെറ്റപ്പ് നോക്കട്ടെ. ഫുള്ള് ടെൻറ്റാണ് കേട്ടോ, ഇങ്ങനെ സ്റ്റെപ്പാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു 4 ടെൻ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് ടെൻറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ കുറച്ച് ടെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇവിടെ കുറച്ച് ടെൻറ്റുകളുണ്ട്.
എവിടെ നോക്കിയാലും ടെൻ്റാണല്ലോ. ഫുള്ള് ടെൻ്റാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ കംഫേർട്ട് പോലെ നമുക്ക് ഇഷ്ടമുള്ള അവിടെ ടെൻ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ടെൻ്റ് സെലക്ട് ചെയ്യാം. തിരക്കില്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് വിട്. അപ്പോൾ നമ്മളിവിടെ കാണാമെന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ ഒന്നും വലിയ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് വേണ്ട ടെൻറ്റ്, ഇവിടെയൊക്കെ ടെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളൊരു ടീമായി വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10-15 ആൾക്കാരൊക്കെ ഒരു ടീമായി വരികയാണെങ്കിൽ ഇങ്ങനെ ഈ ഏരിയ ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് പാട്ടും പാടി കഥയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ അങ്ങനെയാണ് ഓരോ ടെൻറ്റ്. പിന്നെ ഇവിടെ ഒരു ടെൻറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയില്ല. ഇത് വേണമെങ്കിൽ ഒരു 8 ആൾക്കാർക്കൊക്കെ, 8 അല്ല, ഇതിൽ എത്ര ആൾക്കാർക്ക് കിടക്കാൻ പറ്റും? ഇത് 4 ആൾക്കാരുടെ ടെൻറ്റാണ് കേട്ടോ. 4 ആൾ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. 4 ആൾക്കാർക്ക് കിടക്കാനുള്ള ടെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബേസ് ക്യാമ്പിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മൊത്തത്തിലൊരു ടെൻറ്റ് കൊണ്ടൊരു ഏറും കളിയും അത്രേ ഉള്ളൂ ബേസ് ക്യാമ്പിൽ വേറെ പ്രത്യേകിച്ച് പിടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മേലെ ഇങ്ങനെ കണ്ടില്ലേ, അവിടെ നമുക്ക് അവിടെ കൊണ്ട് പോവാം. ആ ഭാഗത്തായിട്ട് രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ ഈ ഭാഗത്തായിട്ട് രാത്രി ക്യാമ്പ് ഫയറിങ് ഉണ്ട്. പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്, ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റും. നടക്കാൻ വയ്യ കേട്ടോ, അതൊക്കെയാണ്. ഫുള്ള് കുന്നാണ്, അത് കാരണം കൊണ്ടാണ്. പിന്നെ ഇവിടെ എന്തോ ലൈറ്റ് സെറ്റപ്പ്, ഇവിടെയും ക്യാമ്പ് ഫയർ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെസ് ഹാൾ. കുറേ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും വേണമെങ്കിൽ. ഇവിടെ വെള്ളവും ചായ അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഇവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ മേലെ കണ്ട അവിടെ കപ്പിൾസിനുള്ള സ്പോട്ടാണ് കേട്ടോ. കപ്പിൾസ്, ഫാമിലീസ് അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ ഇവിടുത്തെ വാഷ്റൂം സെറ്റപ്പ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം സെറ്റപ്പ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ, അതൊന്നും പറയാനില്ല. ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഓരോ പുഴുക്കുറ്റികൾ, അങ്ങനത്തെ 2 വിചാരിച്ചാൽ മതി. ആ രാവിലെ കണ്ടിട്ട്. പിന്നെ നസീഹ് പോയിട്ടുണ്ട്, എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പോയിട്ടിപ്പോൾ കുറച്ചായി, അവിടെ കാണാനില്ല, എവിടെ പോയാണാവോ. ഇതാ നമ്മളുടെ ഇവിടുത്തെ കാവൽനായ തോന്നുന്നുണ്ട് കേട്ടോ. ഹലോ, ഹൗ ആർ യു? സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നല്ല രസമുണ്ടല്ലേ. ചെറിയ പട്ടികളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതുള്ളടത്ത് എങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? ചെറിയ പട്ടികളുടെ ഇങ്ങനെ നിൽക്കുള്ളൂ. അവനെ ഒരു ലെഗ് പീസ് കൊടുത്ത് എടുത്ത് ഓടി കാറിന്റെ ഉള്ളിൽ. ലെഗ് പീസാ? അവൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ആള്. ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് കേട്ടോ. അല്ലാ വയ്യ. അതെന്താ രസിയ? ചായയോ? ചായ വന്നല്ലോ. എനിക്ക് എന്താ നീ ഇങ്ങനെ? അപ്പൊ ഇതാണ് ചായയുണ്ട്, ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. ചായയും ബിസ്ക്കറ്റും.
ആ ചായ കുടിക്കാത്തതാണ്. എന്നാലും പൈസ കൊടുത്തോണ്ട് പൈസ കൊടുത്തോണ്ട് ചായ നമ്മൾ കുടിക്കുന്നു. ആഹാ നല്ല ചൂട്. എടാ പട്ടി, എടാ ആ പട്ടീനെ, ഈ പട്ടീനെ കൊതിപ്പിച്ച് കടന്നു കളയുന്നു. ഓനെ വിശ്വസിക്കാൻ പറ്റില്ലേ? കഴിച്ചോ. മൂപ്പരാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകണം കേട്ടോ. ഇതാണ്. എന്താണ് പേരെന്തായിരുന്നു? പേരില്ലാന്നൊക്കെ. പേരില്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നമ്മൾ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. 6 കിലോമീറ്റർ. സോ ഒരു 1.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ നോർമൽ ടാർ റോഡാണ്. പിന്നെ ഒരു ഓഫ് റോഡായിരുന്നു. ഇതിന്റെ സൺസെറ്റ് ഒന്നും കിട്ടൂല, വ്യൂ കിട്ടും. ബ്രോ വരാം ബ്രോ. വരலையா? ഓക്കെ. അവർ ഒരാളെന്താ വരാറാ? ഓ എന്തായാലും വന്നല്ലേ. അരിക്കൊമ്പന്റെ ഏരിയ. നമ്മള് അരിക്കൊമ്പന്റെ താവളത്തിലേക്കാണ് പോകുന്നത്. അരിക്കൊമ്പന്റെ താവളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് അരിക്കൊമ്പനൊക്കെ കാണാം. അരിക്കൊമ്പനെ നാട് കടത്തിയില്ലേ? അവൻ എന്തെങ്കിലും ഒരു നാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഈ കയറ്റം കയറുന്നതാണ് ടാസ്ക്. നല്ല രസമോ. ഈ വഴിയാണോ ഞങ്ങൾ കാർ ഇറക്കി കൊണ്ടുവന്നത്. ഈ ജീപ്പൊക്കെ ആണെങ്കിലും ഓക്കെ, കാറ് കുറച്ച് ശോകോ. ദോ ഈ മരങ്ങളുടെ ഇടയിലൂടെ ഒരു മല കാണുന്നില്ലേ? അവിടെ എത്തണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല 3 കിലോമീറ്റർ ഉണ്ട്. അല്ലാ എൻ്റെ മോനെ, ഇപ്പൊ തന്നെ ഒരു 500 മീറ്റർ നടന്നിട്ടുണ്ടാവും. മതിയായി. ഒരു വിധമായി. ഇതാ കുരങ്ങന്മാരിട്ടോ. ഈ കുരങ്ങന്മാരെ കണ്ടില്ല എന്ന് വേണ്ട. ഇതാണ് കുരങ്ങന്മാർ. മേലെ കുറേ കുരങ്ങന്മാർ, താഴെ കുറേ കുരങ്ങന്മാർ ഇങ്ങനെ നടന്നു പോവാണ്. അവര് നമ്മളെ നോക്കി നമ്മളെല്ലാവരെയും കൂട്ടിയിട്ടാണ് കുരങ്ങന്മാരാക്കിയത്. എനിക്കറിയാം, അത് എനിക്ക് തന്നെ വരുന്നത്. വേറെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. നല്ല രസമുണ്ടല്ലോ പക്ഷെ നടക്കാൻ. എൻ്റെ മോനെ ആ റിസോർട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെറ്റ് റിസോർട്ട്. അതിന് പേരെന്താ? ഓ ഇവിടെ വേറെ സാധനം. ഇത് കണ്ട ഇവിടെ വേറെ വ്യൂ കേട്ടോ. സെറ്റ് വ്യൂ. പക്ഷെ അവിടെ നിർത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതായത് നമ്മള് കുറച്ച് ദൂരം ടാറിട്ട റോഡിൽ ഇങ്ങനെ നടന്നു വരണം കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ വരാമെന്ന് പറഞ്ഞാൽ അവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്പോട്ടില്ല. പിന്നെ നമ്മളുടെ ഓൺ റിസ്കിൽ പാർക്ക് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അതിനേക്കാളത്ത് നല്ലത് നടന്ന് കയറന്താ. എന്ത് അല്ലേ? കണ്ടറിയാം കോശി. ആ ഇവന് മടി കിട്ടി. വൈകാതെ 2 മണി കൂടി വേണ്ടി വരും.
ആ റിസോർട്ടിൻ്റെ പേരെന്താ അറിയോ? ദ പ്ലാനറ്റ് മൂന്നാർ. അവിടെ രണ്ടും കാര്യങ്ങളൊക്കെ 7,000 ആണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ കൊളുക്കുമലൊന്നുമില്ല, സ്റ്റേയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓ അതെങ്ങനെയാണ്? ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ക്യാമ്പ് ഫയർ, മ്യൂസിക് അതൊക്കെ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അല്ലേ? പ്രൈവറ്റ് പൂൾ അങ്ങനെ വരുന്നുണ്ടോ? പ്രൈവറ്റ് ആയിട്ട് അങ്ങനെയല്ല, കോമൺ ആണ്. അത് അങ്ങനെ ഒരു റിസോർട്ട് ഉണ്ട്. അത് രസമുണ്ട് കാണാൻ കേട്ടോ. തോന്നുന്നത് ഇത് ആരും ഇതേപോലെ നടന്നിട്ട് പോയി ബീച്ചിൽ പോയത്. ഇങ്ങനെയല്ല, മെസ്സിക്ക് ഒരു വടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് മോളേക്ക് ഇറക്കുക. ഞങ്ങൾ ഇങ്ങനെ നോർമൽ റോട്ട് വരാം. ഓക്കെ, നിങ്ങൾ താഴെ ഇവിടെ കയറാൻ വഴിയുണ്ടോ? ഇവിടെ താഴത്തുനിന്ന് കയറാൻ വഴിയുണ്ടോ അങ്ങോട്ട്? അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടെ പോകും. അവിടെ നിന്ന് മോളേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പകുതിക്ക് പോകും. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ് കേട്ടോ. സ്റ്റാർട്ടിങ് കുറച്ച് ഒരു ടയേർഡ് ഫീൽ ചെയ്തു, പക്ഷെ ആ ട്രാക്കിൽ അങ്ങോട്ട് കയറിയപ്പോൾ സെറ്റായി. പക്ഷേ ഷോർട്ട് കട്ട് കയറാൻ പാടില്ല. എന്നാലും പറയാണ്, ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമുക്ക് ആ കാണുന്ന ആ വഴിയും പോവാം. അതാണ് ശരിക്കുള്ള വഴി. അതേപോലെ ഇവിടെ ഷോർട്ട് ഉണ്ടെന്നാണ് പറയണത്. ഏതാ നിസാറ് ഫസ്റ്റ് തന്നെ ഷോർട്ട് കയറിപ്പോണ്ട്, ഷോർട്ട് കയറി പോകുന്നുണ്ട്. മൂക്ക് കൂടെ ബ്രീത്ത് ചെയ്യാം. ആ അതിന് ടിപ്സാണ് കേട്ടോ. മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായിൽ കൂടെ വിടണം. ജനം കയറാം. വടിയൊന്നും വേണ്ട. വഴുക്കോ എൻ്റെ മോനെ, സെറ്റിട്ടാ. ഇതേതാ റോഡ് എൻ്റെ മോനെ. ഷോ, ഇതാണ് ശരിക്കുള്ള ട്രക്കിങ്. ഇത്രയും നേരം ട്രക്കിങ് അല്ല, വാക്കിങ്ങാ. എൻ്റെ പൊന്നു നിസാറേ, ആ സുഖല്ലേ? ലൂസ് അടിക്കടാ. എൻ്റെ മോനെ പടിയാ. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം. നീ കയറ് ഇപ്പം മാക്സിമം. ഞാൻ ഒന്നും പറയണില്ല കേട്ടോ. പറഞ്ഞ ആ ശ്വാസം കൂടെ പോകും. എൻ്റെ മോനെ ഇതിന് കയറണ. വേണ്ട വേണ്ട, കയറി കയറി. എൻ്റെ മോനെ ഒരുത്ത ഫസ്റ്റിന് അവിടെ കയറിയിട്ട് ഇരിക്കണ നോക്കിയേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ചത്തിട്ടുണ്ടാവും ഇപ്പോ. നോക്കിട്ടാ ഈ കല്ലേ മേലെ ഉരുണ്ട് വന്നിരിക്കുക. നോക്കി കയറട്ടാ. അമ്മേ അമ്മേ, ഈ ഇവിടെ നിന്നാണ് ഇളകുന്നത്.
എൻ്റെ മോനെ അങ്ങനെ നമ്മൾ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. കണ്ടോ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വന്നത്. ഷോർട്ട് കട്ട് പറഞ്ഞിട്ട് കേറിയത്. ഗൈഡ് മുങ്ങി പോകുന്നുണ്ട് എൻ്റെ മോനെ. ഞാൻ സിംഗിൾ വീഡിയോ ആയിട്ട് എടുത്തിരിക്കണേ. ആ അത് എപ്പോഴും കത്തിയിട്ട് നിൽക്കില്ല. അതന്നെ എപ്പോഴും കത്തി നിൽക്കില്ല. അതിൻ്റെ മേലത്തെ വ്യൂ നോക്കിയേ. പോക്കറ്റിൽ നിസാറ എന്താ മിണ്ടാത്ത്? ഓക്കെ, ഞങ്ങൾ ഷോർട്ട് കട്ടിൽ വിട്ടിട്ട് ഇപ്പം നേരായ പാതയിൽ കയറി വന്നിരിക്കുക. ഇതാണ് നമ്മൾ ഗൈഡ്. എന്നോ സ്കൂളായി വരുന്ന ആള് നിസ അവിടെ കല്ലൂറിലുണ്ട്. നോക്കിട്ട് വാ. ഇങ്ങനെ നിന്ന് പോവാണെങ്കിൽ സുഖമാണ് കേട്ടാ നസിയ. നിന്ന് പോണാറും കൊണ്ടേ വീഡിയോ കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. വീഡിയോ പോസാക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അതാണ് സത്യം. ഏതാ റോഡിലെ ഹിമാലയൊക്കെ കൊണ്ടുവന്നാൽ പറ്റും. ഹിമാലയ H+ എന്താ വീണ അതോ നമ്മൾ വന്നപ്പോ ഉള്ള കല്ല് മൊത്തം ഉരുട്ടി വിട്ടിട്ടുണ്ട്. മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വായക്കൂടെ വിടണം എന്നാണ് പറയുന്നത്. അതിനേ സമയമുള്ളല്ലോ. കണ്ടില്ലേ, ചെറിയ ചെറിയ നീരുറവുകളും കാര്യങ്ങളൊക്കെ ആയി. അവിടെ കയറുന്നത് നല്ല തണുപ്പില്ലേ മേലെ. ഏകദേശം 1000-ൻ്റെ അടുത്ത ആൾക്കാർ വീക്ക് ഡേയ്സിലുണ്ടാവുമെന്നാണ് പറഞ്ഞത് ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. വീക്കെൻഡ്സിലാണെങ്കിൽ അത് 2000 വരെ എത്തുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു, ഷോർട്ട് കട്ടിന്റെ ആളായി. എടാ ഇല്ലടാ. അങ്ങനെ 3-3.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു കാണിച്ചു തരാം. ഇതാണ് മക്കളെ ആ വ്യൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നടന്നത്. എൻ്റെ പൊന്നളിയ.
ഫൈനലി വി മേഡ് ഇറ്റ്. ഞാൻ എങ്ങോട്ടായി പോണേ? എടാ ഞാന് ഫൈനലി വി മേഡ് ഇറ്റ്. വി മേഡ് ഇറ്റ്. വി മേഡ് ഇറ്റ് ബ്രോ. ഒരു മിനിറ്റ് പോരാ. വി മേഡ് ഇറ്റ്. നമ്മൾ അവസാനം ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെ നിന്നപ്പോൾ നല്ലൊരു വ്യൂ കിട്ടുക. എൻ്റെ പൊന്നു. എൻ്റെ മോനെ. വൺസ് മോർ. ഇല്ല കഴിഞ്ഞ കത്തിക്കൽ കഴിഞ്ഞ. അവരാണ് എൻജോയ് ചെയ്യണത് ശരിക്കും അല്ലേ? എന്തൊക്കെയോ ഊവാ പറയുന്നുണ്ട്. പടച്ചോന്നറിയ നമ്മളെ പൊരുത്തം വന്നിട്ടുണ്ടായിരുന്നല്ലോ നിസാറ. അവനാണ് അവൻ. ഇന്ന് മേലെ താഴത്തേക്ക് പോവാ. ഇനി കുറച്ച് താഴോട്ട് ട്രക്ക് ചെയ്യാം. എടാ നമ്മളുടെ ഒപ്പം ഒരു ഗൈഡ് ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ പോയി? നസി നിങ്ങൾ പൊക്കോ ഞാൻ വരാന്നൊക്കെ. എൻ്റെ മോനെ ഒന്നൊക്കെ വീണാ. മക്കളെ മാധവനുണ്ണിക്ക് ഒരു വട്ടപ്പേരുണ്ടായിരുന്നല്ലോ, അത് എന്തുവാ? നമുക്ക് ഇവിടെ എടുക്കാം. അതാണ് നമ്മുടെ പാർട്ട്നേഴ്സോ. ഒരു ഹായ് പറഞ്ഞേക്ക്. അങ്ങനെയെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടട്ടെ. എൻ്റെ ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ അല്ലേ? ആ ക്ഷീണം അങ്ങോട്ട് മാറിക്കിട്ടും. എന്തിന്? ശരി, നിന്ന് ഇവിടെ തന്നെ ഇരിക്കുക, എങ്ങോട്ടും പോണ്ട. ജീവിതത്തില് ലൈഫിൽ ആദ്യമായിട്ട് എങ്ങനെ നടക്കണേ? എടാ നാളെ എങ്ങനെ നടക്കേണ്ടി വരുമോ? 300 മീറ്റർ. ഇത് 3 കിലോമീറ്റർ വേണ്ട 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട് നമ്മള്. എൻ്റെ മോനെ മഴ കൊള്ളാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ദാ കാണുന്ന മേഘങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മഴ ഇവിടെയും കൂടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കണ്ടില്ലേ ആ ഡാം? കണ്ടില്ലേ ഏതാ ഡാം? എൻ്റെ മോനെ സെറ്റ്. കോട വരുന്ന കണ്ട? എൻ്റെ മോനെ കോട പൊങ്ങി വരുന്നു നോക്കിയേ. ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കടാ. എടാ അങ്ങോട്ട് പോവല്ലേ കേട്ടോ. പൊന്നു മോനെ. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാല് നിലത്താ. എന്റെ മക്കളെ ഇവിടെ ഇരുന്നിട്ടേ പോവാനേ തോന്നുന്നില്ല. നോക്കിയാ നമ്മളുടെ ഗൈഡ് പറഞ്ഞത് വെച്ചിട്ടേ ഈ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ആ ഡാമിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു പോർഷൻ, ഇതാണ് അരിക്കൊമ്പൻ്റെ, നമ്മുടെ ന്യൂസിലൊക്കെ വൈറലായ അരിക്കൊമ്പൻ്റെ ഏരിയ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു പോർഷൻ, ഇങ്ങനെയുള്ള ഈ പോർഷൻ അരിക്കൊമ്പൻ്റെ പോർഷനാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവിടെ ആ ഒരു ഇതുണ്ട്, അതന്നെ ഈ അതിർത്തി, അതിൻ്റെ അപ്പുറം തമിഴ്നാടാണ്, ഇപ്പുറം കേരളം.
പിന്നെ ഈ ഡാമിൻ്റെ പേരാണ് ആനയിറങ്ങൽ ഡാം. അങ്ങനെ പല പല ഇൻഫോർമേഷൻസും നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ട് ആകെന്ന് പറയും എന്താ ഭംഗി കേട്ടോ, സൂപ്പർ കേട്ടോ. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. കിതച്ച് കയറിയതാണെങ്കിലും ഈ വ്യൂ അത് വേറെ ലെവലാണ് മക്കളെ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഞാൻ അതിൻ്റെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പാക്കേജ് ഇങ്ങോട്ട് വരണമെങ്കിൽ പാക്കേജിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് നമുക്ക് തന്നെ ഈ ലൊക്കേഷനിലേക്ക് സുഖമായിട്ട് വരാൻ പറ്റും. പാക്കേജ് എടുത്താൽ മാത്രം ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊന്നുമില്ല. നമുക്ക് അല്ലാണ്ട് തന്നെ ഈ സ്ഥലം അറിയുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്തിപ്പറ്റാം. ഫോഗ് വരാൻ തുടങ്ങിയിട്ട് എടാ, ഫോഗ് കുറച്ചും കൂടെ വന്നിട്ട് പോയാലോ എടാ, കുറച്ചും കൂടെ കഴിയാം ആ ഫോഗ് വന്നിട്ട് പോവാ. അവിടെ ഇല്ലടാ നമ്മൾ നേരത്തെ നിന്ന്. അവിടെയൊക്കെ ഇപ്പം ഫോഗ് വന്നു. ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അല്ലേ? ആരടുത്താ ഞാൻ പറയാ, നീ ചെവിയില് ഞാൻ നെയ്റ്റ് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ട്രക്ക് കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് ലൈറ്റ് വർക്കൊക്കെ ഉണ്ടല്ലോ. എന്താ മരണ വീട്ടിലിരിക്കണ പോലെ ഇരിക്കണ എല്ലാവരും. എന്താ മരണ വീട്ടിലിരിക്കണ പോലെ ഇരിക്കട്ടെ എല്ലാവരും. അങ്ങനെ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാമ്പ് ഫയർ ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മള് ആ വഴിക്ക് പോയില്ല കേട്ടോ. അവരവിടെ എൻജോയ് ചെയ്യട്ടെ അല്ലേ? അവർ പാട്ടൊക്കെ കേട്ട് അവരവിടെ എൻജോയ് ചെയ്യട്ടെ. നമ്മളിവിടെ നൈസായിട്ട് സമാധാനത്തിൻ്റെ പാതയിൽ. ഹലോ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങും സൺസെറ്റ് വ്യൂവും വ്യൂ പോയിൻ്റ് കാണലൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണമാണ്, ഒരുപാട് ക്ഷീണമായി ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി നാളെ നമ്മൾ കൊളുക്കുമലയ്ക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വേറെ ഒരു പാർട്ടായിട്ട് ഇടുന്നതാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.